തമാശ കേട്ട് ചിരിച്ചാൽ നമ്മൾ പറയും ചിരിച്ച് ചിരിച്ച് ഒരു വഴിയായെന്ന്. എന്നാൽ ഈ ചിരിയെ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാലോ, അതിനും ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഈ നിർത്താത്ത ചിരി പ്രശ്നക്കാരനാണോ? ചിരി എങ്ങനെ പ്രശ്നക്കാരനാവും? ചിരിച്ചാൽ ആയുസ് കൂടുമെന്നല്ലേ പറയാറുള്ളത്. എന്നാൽ നിർത്താതെയുള്ള ചിരി നമ്മുടെ ആയുസ്സിനെ തന്നെ വില്ലനാകുമെന്നാണ് കണ്ടെത്തൽ. ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സ്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന അപൂർവ രോഗാവസ്ഥ. എന്നാൽ എന്താണ് സ്യൂഡോ ബൾബർ എഫക്റ്റ്, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണമെന്നൊക്കെ വിശദമായി അറിയാം. സ്യൂഡോ ബൾബർ എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. ഇത് തലച്ചോറിനെ അനിയന്ത്രിതമായ ചിരിയുടെയോ കരച്ചിലിന്റെയോ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൂടാതെ നാഡീസംബന്ധമായ ആനുപാതികമല്ലാത്തതോ അനുചിതമോ ആയ ചിരിയുടെയോ കരച്ചിലിന്റെയോ പെട്ടെന്നുള്ള അനിയന്ത്രിതമായ എപ്പിസോഡുകൾ അങ്ങനെ പലതവണയായി വരുന്നത് ഇതിന്റെ സ്വഭാവ സവിശേഷതയാണ്. കൂടാതെ ഈ വൈകാരിക പൊട്ടിത്തെറികൾ അത് അനുഭവിക്കുന്ന വ്യക്തികൾക്കും ചുറ്റുമുള്ളവർക്കും ആശയക്കുഴപ്പവും വിഷമവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അൾഷിമേഴ്സ് രോഗം തുടങ്ങിയ തലച്ചോറിനെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പരിക്കുകളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇത് വൈകാരിക പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൂടാതെ അതുപോലെ ഒരു വ്യക്തിക്ക് എങ്ങനെ തോന്നുന്നുവെന്നും അവർ ആ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്നും തമ്മിലുള്ള പൊരുത്തക്കേടിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്യൂഡോ ബൾബാർ എഫക്റ്റ് അല്ലെങ്കിൽ PBA എന്ന ഈ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ ആവൃത്തിയിലും തീവ്രതയിലും വ്യത്യാസപ്പെടാം. ഒരു വ്യക്തി ചിലപ്പോൾ സങ്കടകരമായ ഒരു സംഭവത്തിൽ ചിരിക്കുകയോ നർമ്മം നിറഞ്ഞ സാഹചര്യത്തിൽ കരയുകയോ ചെയ്തെന്ന് വരാം. കൂടാതെ ഈ ഒരു അവസ്ഥ കുറച്ച് സെക്കൻഡുകൾ മുതൽ നിരവധി മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. PBAയുടെ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിത നിലവാരത്തെ സാരമായി തന്നെ ബാധിക്കും. ഇത് സാമൂഹിക നാണക്കേട്, ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്കും നയിക്കുന്നു. സ്യൂഡോ ബൾബർ എഫക്റ്റിന്റെ പ്രധാന ലക്ഷണം ഇടയ്ക്കിടെ അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ആണ്. ചിരി ചിലപ്പോൾ കരച്ചിലേക്കും വഴിമാറാം. ചിരിയേക്കാൾ നിയന്ത്രിക്കാനാവാത്ത കരച്ചിലാണ് ഇവിടെ കൂടുതൽ പ്രകടമാകാറുള്ളത്. ഏതാനും നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കും. കൂടാതെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരച്ചിലോ നിർത്താനാവാതെ വരാം. കരച്ചിലിന്റെ തോത് കൂടുതലായതിനാൽ തന്നെ പലപ്പോഴും വിഷാദവുമായി ബന്ധപ്പെടുന്നവരുമുണ്ട്. എന്നാൽ വിഷാദം നീണ്ടു നിൽക്കുന്ന മാനസികാവസ്ഥയാണ്. വിഷാദ രോഗികളെ പോലെ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ തുടങ്ങിയവയൊന്നും സ്യൂഡോ ബൾബാർ രോഗങ്ങൾക്കുണ്ടാവില്ല. രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധ ചികിത്സ തേടുന്നതാണ് നല്ലത്. കൂടാതെ ന്യൂറോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് ഈ രോഗനിർണയം നടത്തുക. രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്തതിനാൽ മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുകയാണ് പതിവ്. PBക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് സാധാരണയായി മരുന്നുകൾ എപ്പിസോഡുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. കൂടാതെ PBക്കായി പ്രത്യേകമായി ഡെസ്ട്രോമെത്തോഫാനും ക്വിനിഡൈനും ചേർന്നുള്ള സംയോജനവും FDA അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ചികിത്സകളിൽ ആന്റി ഡിപ്രസന്റുകൾ ഉൾപ്പെടാം. ഇത് എപ്പിസോഡുകളുടെ ആവൃത്തിയും തീവ്രതയും കുറയ്ക്കുന്നതിൽ ചില ഫലപ്രാപ്തി കാണിക്കുന്നതായാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. മരുന്നുകൾക്ക് പുറമെ PBA കൈകാര്യം ചെയ്യുന്നത് തെറ്റിദ്ധാരണകൾ കുറയ്ക്കുന്നതിനും കോപ്പിംഗ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അവസ്ഥകളെക്കുറിച്ച് രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ബോധവൽക്കരിക്കുന്നതും ഉൾപ്പെടുന്നു. കൂടാതെ സപ്പോർട്ട് ഗ്രൂപ്പുകളും കൗൺസിലിംഗും നൽകുന്നതിൽ കൂടുതൽ ഗുണം ചെയ്യുന്നുമുണ്ട്.